നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ നിർത്തുന്നില്ല. 24 മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് 150 പേർ. 313 പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 26,900 ആയി. 15 ഹമാസ് അംഗങ്ങളെ ഇന്നലെ കൊലപ്പെടുത്തിയതായും ഒരു സ്കൂൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന താവളം തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. അതേസമയം വെടിനിർത്തലിന് ഹമാസ് മുന്നോട്ട് വെച്ച 2 ഉപാധികൾ ഇസ്രായേൽ പ്രധാനമന്ത്രി തള്ളിക്കളഞ്ഞു. ഗാസ മുനമ്പിൽ നിന്ന് സൈന്യം പൂർണ്ണമായും പിന്മാറണമെന്നും ജയിലുകളിലുള്ള ആയിരക്കണക്കിന് പലസ്തീൻകാരെ മോചിപ്പിക്കണമെന്നുമുള്ള ഉപാധികളാണ് തള്ളിയത്. ജോർദാനിൽ US പട്ടാള ക്യാമ്പിന് നേരെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പ് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ US പകരം വീട്ടിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. 3 സൈനികർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു. പലസ്തീനിലെ UN അഭയാർത്ഥി ഏജൻസിക്കുള്ള സഹായം നിർത്തലാക്കാനുള്ള ഏതാനും രാജ്യങ്ങളുടെ തീരുമാനം പിൻവലിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും യുനിസെഫും അടക്കമുള്ള രാജ്യാന്തര സഹായ സംഘടനകൾ ആവശ്യപ്പെട്ടു. ഒക്ടോബർ 7 നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ UN ഏജൻസിയിലെ അംഗങ്ങളിൽ ചിലർ പങ്കെടുത്തുവെന്ന ഇസ്രായേൽ ആരോപണത്തിന് പിന്നാലെയാണ് സഹായം നിർത്തലാക്കാൻ തീരുമാനിച്ചത്. ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ നടത്തുന്ന ഒളിയാക്രമണം ചെറുക്കാൻ 3 ആഴ്ചയ്ക്കുള്ളിൽ സംയുക്ത നാവിക സുരക്ഷ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ഹൂതികളുടെ 8 കേന്ദ്രങ്ങളിൽ US ബ്രിട്ടീഷ് സൈന്യം തിരിച്ചടിച്ചിരുന്നു. ഇന്നലെ ചരക്ക് കപ്പലിന് നേരെ ഹൂതികൾ തൊടുത്ത മിസൈൽ US നാവിക കപ്പൽ തകർത്തു. 10,000 ഇന്ത്യൻ തൊഴിലാളികൾ ഇസ്രായേലിലേക്ക് നീങ്ങുകയാണ് ഈ അവസരം. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം തൊഴിലാളി ക്ഷാമം നേരിടുന്ന ഇസ്രായേലിലെ കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് 10,000 പേർ ഇന്ത്യയിൽ നിന്ന് എത്തും. അടുത്തയാഴ്ച മുതൽ തൊഴിലാളികൾ എത്തുമെന്ന് ഇസ്രായേൽ ബിൽഡേഴ്സ് അസോസിയേഷൻ പറയുന്നു. ആഴ്ചതോറും 700-1000 പേർ വീതമാണ് എത്തുക. യുദ്ധത്തെ തുടർന്ന് വിദേശ തൊഴിലാളികൾ മടങ്ങിയതും പലസ്തീനിൽ നിന്നുള്ള തൊഴിലാളികളെ വിലക്കിയതുമാണ് ഇന്ത്യൻ തൊഴിലാളികൾക്ക് അവസരമായി മാറുന്നത്.